ആരെങ്കിലും വരണെങ്കിലേ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് നിന്നെ ഞാൻ അവിടെ നിർത്തിയേ. വീട്ടുകാരില്ലാത്തപ്പോ ഞാൻ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ വിളിച്ചു ചേർത്തി എന്റെ അച്ഛനടുത്ത് പറഞ്ഞ നീ. അതിന് നിന്റെ അച്ഛനാരെ വീട്ടിലേക്ക് വരുന്ന നീ അവളും കൂടി എന്താ അവസ്ഥയിൽ അവിടെ നിക്കണെന്നറിയോ? വയസ്സാങ്കാലത്ത് അത് കണ്ട അറ്റാക്ക് വന്ന് ചാവണ്ടെന്ന് വെച്ച് പറഞ്ഞാ ഞാനത്. അല്ലാണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. എടാ വേറെ എത്ര കാര്യം ഉണ്ടടാ, നീ എന്തുട്ടാ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത്? എന്താടാ പഠിക്കലിക്കണേ? അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോടെ. അച്ഛപ്പ അങ്ങോട്ട് പോകണ്ട. അവൻ്റെ ലയം പൊട്ടിയത് അച്ഛനറിയാലോ. അവളുടെ കല്യാണമായിരുന്നു ഇന്നലെ. അവന് ഡിപ്രഷൻ അടിക്കണ കഴിഞ്ഞിട്ട് അവർ പെണ്ണിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരകത്തുണ്ട്. അവനൊന്ന് ചില്ലാവട്ടെ. അച്ഛൻ സാധനം എടുത്തിട്ട് നമുക്ക് രണ്ടെണ്ണം അടിച്ചു പൊട്ടിയിരുന്ന് ചില്ലാവാന്ന്. കൂട്ടിക്കൊടുക്കൽ ഈസ് എ ഡേർട്ടി ബിസിനസ്. എന്നാലും നീ എൻ്റെ അടുത്ത് സത്യം തുറന്നു പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ മാധവിയില്ലാത്ത എത്ര വർഷങ്ങൾ, യുദ്ധമില്ലാത്ത ബോർഡർ പോലെ. ഇപ്പോഴത്തേനും കഴിയോടാ. എൻ്റെ അച്ഛൻ നിനക്ക് അറിഞ്ഞോടാ, ആള് മിലിറ്ററിക്കാരനാ. ഇങ്ങനത്തെ കേസൊക്കെ ആൾക്ക് ഭയങ്കര സീനാ. നിന്റെ അച്ഛൻ വിളിക്കണ്ടേ? നീയേ പറ്റിച്ചതാണ്. അന്നോണ പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്താ. ഹലോ, എന്താടി നീ അന്ന് എൻ്റെ മകൻ ഒരു പെണ്ണിനെ റെഡിയാക്കി കൊടുത്തില്ലടാ, അതിന് എവിടുന്ന് എടുത്തേ? അതേ എറണാകുളം സൗത്ത്. ഞാൻ കളമശ്ശേരി എന്ന് പറഞ്ഞത്തിന് എടുത്തിട്ടേ ആകെ പണി പാലിടാ. എന്റെ ഡാഡി യുദ്ധമറകളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഹലോ ഡാ. ആ ഡാഡി പറഞ്ഞു. ഡാഡി ഇപ്പൊ എന്താ പ്രശ്നം ഡാഡി? അവള് പെണ്ണല്ലടാ, മറ്റേതാ ട്രാൻസ്. ഒരു വരുന്നൂട്ടാ. ഇതൊക്കെ നോക്കി എടുക്കണ്ട ഡാഡി. കണ്ടിട്ട് മനസ്സിലാവണ്ടാ, പെണ്ണ് തോക്കണ ഉടലഴകായിരുന്നു അവൾക്ക്. ഒന്നുമില്ല, പോവാ. അച്ഛനിറക്കണ്ടേ?